പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പരക്കുകയാണ്. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ സൈനിക ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ ഇറാൻ താൽക്കാലികമായി നിർത്തിവച്ചു. ഹോർമൂസിന് പുറമെ മറ്റൊരു തന്ത്രപ്രധാന കടലിടുക്കായ ബാബ് അൽ മന്ദബ് കൂടി അടയ്ക്കാൻ ഇറാൻ നീക്കം തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കൂടി സംഭവിച്ചാൽ ആഗോള എണ്ണ വിപണിയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന നീക്കമാകും ഇത്. ബൈറൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ പുതിയ ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ ഉത്തരവിടുകയും അമേരിക്കയും ഇറാനും നേർക്കുനേർ സൈനിക ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതാണ് സ്ഥിതിഗതി ഇപ്പോൾ കൂടുതൽ വഷളാക്കിയത്. ഇതോടെ നിലവിലുള്ള നയതന്ത്ര ശ്രമങ്ങൾ തകരുമെന്ന ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. നിലയ്ക്കാത്ത പശ്ചിമേഷ്യൻ സംഘർഷം നമ്മുടെ രാജ്യത്തെ ജനജീവിതം കൂടി ദുഷ്കരമാക്കി മുന്നോട്ട് പോകുമ്പോൾ സ്പോട്ട്ലൈറ്റ് അന്വേഷിക്കുന്നു, ഈ യുദ്ധ ദുരിതത്തിന് അന്ത്യമില്ലേ എന്ന്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി സൃഷ്ടിച്ച് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക കഴിഞ്ഞ ദിവസമാണ് വ്യോമാക്രമണം നടത്തിയത്. അന്താരാഷ്ട്ര സമുദ്ര പരിധിയിൽ സർവീസ് നടത്തുകയായിരുന്ന അമേരിക്കയുടെ ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടതിനെ തുടർന്ന് ഗോരുഖ് നഗരത്തിലെയും ക്വഷം ദ്വീപിലെയും ഇറാന്റെ റഡാർ ഡ്രോൺ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ബോംബിംഗ് നടത്തിയത് എന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. തൊട്ടു പിന്നാലെ ഈ മേഖലയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തി. കുവൈറ്റിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ തൊടുത്ത 2 ബാലിസ്റ്റിക് മിസൈലുകൾ ആകാശത്ത് വെച്ച് തകർത്തു എന്ന് US അവകാശപ്പെട്ടു. ഏപ്രിലിലെ വെടിനിർത്തൽ കരാർ ഹെസ്ബുള്ള ആവർത്തിച്ച് ലംഘിച്ചുവെന്നും ഇസ്രയേൽ അതിർത്തിക്കുള്ളിലേക്ക് ആക്രമണം നടത്തിയെന്നും ആരോപിച്ച് ഇസ്രയേൽ ബൈറൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇത് ഈ മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കിയിട്ടുണ്ട്. ദഹിയയിൽ നിന്ന് ആയിരക്കണക്കിന് താമസക്കാരാണ് ഇതേ തുടർന്ന് പലായനം ചെയ്തത്. അതേസമയം വടക്കൻ ഇസ്രയേലിലെ സൈന്യത്തിനും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി ഹെസ്ബുള്ളയും അവകാശപ്പെട്ടു. ഇരുപക്ഷത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന വെടിവയ്പ്പുകൾ വലിയൊരു സുരക്ഷാ വീഴ്ചയിലേക്ക് നയിച്ചേക്കാമെന്നും കൂടുതൽ വിപുലമായ ഒരു കരാറിലെത്താനുള്ള ശ്രമങ്ങളെ അത് താളം തെറ്റിച്ചേക്കാമെന്നുമുള്ള ആശങ്കകൾക്ക് ഇതോടെ ആക്കം കൂടിയിട്ടുണ്ട്. ലെബനനിൽ ഇസ്രയേൽ സൈനിക ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ചെങ്കടലിന്റെ തെക്കൻ പ്രവേശന കവാടത്തിലെ ബാബ് അൽ മന്ദബ് കടലിടുക്കിൽ ഗതാഗതം തടയുന്നതിന് ഇറാനും സഖ്യകക്ഷികളും ആലോചിക്കുന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലെബനനിലെ ഇസ്രയേലിന്റെ ആക്രമണം ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറിയതായി ഇറാൻ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ ബാബ് അൽ മന്ദബിലെ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും പുറത്തുവന്ന റിപ്പോർട്ടുകൾ ആഗോള എണ്ണ വിപണിയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. സംഘർഷം ഹോർമൂസിനപ്പുറത്തേക്ക് വ്യാപിക്കും എന്ന വാർത്ത പരന്നതോടെ എണ്ണവില കുത്തനെ ഉയർന്നിട്ടുമുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 15% ബാബ് അൽ മന്ദബിലൂടെയാണ് കടന്നു പോകുന്നത്. യമനിനും ആഫ്രിക്കൻ ഹോണിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബാബ് അൽ മന്ദബ് ചെങ്കടലിലേക്കും സൂയസ് കനാലിലേക്കുമുള്ള ഒരു ഇടുങ്ങിയ കവാടമാണ്. സൈനികമായ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള അടുത്ത റൗണ്ട് ചർച്ചകൾ ഈ ആഴ്ച വാഷിംഗ്ടണിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വെടിനിർത്തൽ നീട്ടുന്നതിനെ കുറിച്ചും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയും ചെയ്തു. ലെബനൻ തലസ്ഥാനമായ ബൈറൂത്തിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇസ്രയേൽ സേനയ്ക്ക് നേരെ ആക്രമണം നിർത്താൻ ഹെസ്ബുള്ള പ്രതിനിധികൾ സമ്മതിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഹെസ്ബുള്ള തങ്ങളുടെ നഗരങ്ങൾക്കും പൗരന്മാർക്കും നേരെ വെടിയുതിർക്കുന്നത് തുടർന്നാൽ ബൈറൂത്തിൽ വ്യോമാക്രമണം നടത്തുമെന്നും തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സൈന്യം ആസൂത്രണം ചെയ്തതുപോലെ മുന്നോട്ട് പോകുമെന്നും നെതന്യാഹു ട്രംപിനോട് വ്യക്തമാക്കിയതായി ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പിന്നീട് അറിയിച്ചു. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണെന്നാണ് ലെബനൻ നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ലെബനനെതിരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം തുടരുകയാണെങ്കിൽ ടെഹ്റാൻ US-ഉമായുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുക മാത്രമല്ല കടുത്ത പ്രത്യാക്രമണങ്ങളിലേക്ക് കടക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുമായുള്ള ആശയവിനിമയം തുടരുകയാണെന്ന് സ്ഥിരീകരിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കരാർ അന്തിമമായി ഒപ്പുവയ്ക്കും വരെ ഒന്നിനും ഉറപ്പില്ലെന്നും കൂട്ടിച്ചേർത്തു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ലെബനനിൽ ആക്രമണം ശക്തമാക്കിയതിന്റെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ട്രംപ് രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തിയെന്ന് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു.
നെതന്യാഹുവിന്റെ നീക്കങ്ങൾ ഇറാനുമായുള്ള തന്റെ നയതന്ത്ര ശ്രമങ്ങളെ അപകടത്തിലാക്കുന്നതിൽ കുപിതനായ ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രിയെ ഭ്രാന്തൻ എന്ന് വിളിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ലോകവേദിയിൽ ഇസ്രയേലിന്റെ യശസ്സിന് കോട്ടം തട്ടിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതായും 2 US ഉദ്യോഗസ്ഥരെയും പേരെടുത്ത് വെളിപ്പെടുത്താത്ത മറ്റൊരാളെയും ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന പുതിയ നയതന്ത്ര യുദ്ധ നീക്കങ്ങളെ ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ഇസ്രയേൽ തിരഞ്ഞെടുപ്പുമായും ബന്ധപ്പെടുത്തി ഇസ്രയേൽ മാധ്യമങ്ങൾ വിശകലനങ്ങൾ വരുന്നുണ്ട്. ഇറാനുമായി അമേരിക്ക നടത്തുന്ന നയതന്ത്ര ചർച്ചകൾ ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളെ പൂർണ്ണമായും തകർക്കുകയാണെന്ന കടുത്ത വിമർശനവുമായി ഇസ്രയേലി പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡും രംഗത്ത് വന്നു. മെച്ചപ്പെട്ട ഒരു കരാറിലേക്ക് എത്താൻ സ്വാധീനം ചെലുത്തുന്നതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റുമായി ചേർന്ന് നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കത്തിലാണ് യായർ ലാപ്പിഡിന്റെ യേഷ് അദീദ് പാർട്ടി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചുവെന്നും ഇതിനിടയിൽ റിപ്പോർട്ടുകളുണ്ടായി. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും തന്റെ സർക്കാരിനെ ഒഴിവാക്കുന്നതും തീവ്ര നിലപാടുള്ള വിഭാഗത്തിന് ഭരണത്തിൽ അമിതമായ സ്വാധീനം കിട്ടുന്നതുമാണ് പ്രസിഡന്റിന്റെ രാജിക്ക് പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പരമോന്നത നേതാവിന്റെ ഓഫീസിന് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയതായാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസ് ഈ റിപ്പോർട്ടുകൾ നിഷേധിച്ചു. വിദേശ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് ഔദ്യോഗിക പ്രസ്താവനയിൽ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രതിഫലനം എന്നോണം കുതിച്ചുയരുന്ന ഇന്ധന പാചകവാതക വില വർധനവ് കേവലം ഒരു സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, മറിച്ച് സാധാരണക്കാരന്റെ അടുക്കള മുതൽ രാജ്യത്തിന്റെ പൊതുവിപണിയെ വരെ നിശ്ചലമാക്കുന്ന കടുത്ത സാമൂഹിക ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണാതീതമാക്കുമ്പോൾ ജനങ്ങളുടെ ജീവനും ജീവിതോപാധികൾക്കുമാണ് ഇവിടെ പൊള്ളലേൽക്കുന്നത്. യുദ്ധം ഇനിയും നീണ്ടാൽ നിത്യജീവിതം അസാധ്യമാക്കും വിധം വിലക്കയറ്റം നമ്മളെ വരിഞ്ഞുമുറക്കുമെന്ന കാര്യം ഉറപ്പ്. സംഘർഷം പരിഹരിക്കാൻ ഇപ്പോൾ അമേരിക്കയുടെ മുൻകൈയിൽ നടക്കുന്ന സമാധാന ശ്രമം എത്രത്തോളം ഫലം ചെയ്യുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. ഫലം കണ്ടില്ലെങ്കിൽ അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ, ലെബനൻ അച്ചുതണ്ടിനപ്പുറം ഈ യുദ്ധപ്രതിസന്ധി പരിഹരിക്കാനുള്ള ലോകരാഷ്ട്രങ്ങളുടെ ശ്രമം ഉയർന്നേ മതിയാവുകയുള്ളൂ. മറ്റൊരു വിഷയമായി സ്പോട്ട്ലൈറ്റ് നാളെ വീണ്ടും ഇതേ സമയം കാണാം. നമസ്കാരം.